വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോഴിയട ഉണ്ടാക്കി നോക്കാം. ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ കോഴിയട. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, ഒരു നുള്ള ഉപ്പ്, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. കോഴിയട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. കുറഞ്ഞ വെള്ളം ചേർത്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായി കുഴച്ച് ലൂസാക്കി എടുക്കും. 1 മാസത്തോളം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം കട്ടയില്ലാതെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ച് ലൂസാക്കിയിട്ട് എടുക്കണം. ഇപ്പം മാവ് നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, നാരങ്ങനീര് ചേർത്ത് നന്നായി കുഴച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് കളറ് മാറി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വളരെ കനം കുറച്ചരിഞ്ഞ സവാള, 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാളയുടെ കളറ് മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പച്ചമുളക് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ മിക്സിൻ്റെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം മൊരിയിച്ച് മാറ്റിയെടുക്കണം. ഇതിങ്ങനെ സാവധാനം ഇളക്കി കൊടുത്ത് മൊരിയിച്ചെടുത്താൽ മാത്രമേ കേടുവരാതെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ കോഴിയട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി മാറ്റി വെച്ച് നമ്മുടെ മാവ് ഒന്നുകൂടി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ പരത്തിയിട്ടെടുക്കാം. എന്നിട്ട് ഒരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പത്തിരികളാക്കി എടുക്കാം. ചെറിയ പത്തിരിയിൽ 1 ടീസ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു അരികിൽ നിന്ന് പ്രസ് ചെയ്ത ഭാഗം മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് വീണ്ടും പ്രസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഞാനൊന്നുകൂടെ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. അരികിലുള്ള ഈ ഭാഗം ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. വീണ്ടും ആ പ്രസ് ചെയ്തത് മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. വീണ്ടും പ്രസ് ചെയ്യുക. അങ്ങനെ മറ്റേ അറ്റം വരെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ടെടുക്കാം. നമ്മളെടുത്ത മൈദൻ്റെ കണക്കിൽ ഒരു 50 കോഴിയട ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇനി ഓയിൽ ചൂടാക്കി ഓരോന്നും പൊരിച്ചിട്ടെടുക്കാം.
പോയി പൈസ കളയണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നല്ല ക്രിസ്പി കോഴിയട. നിങ്ങളുടെ അഭിപ്രായം